നാഗമാണിക്യം എടുക്കാൻ പോയ കഥ അറിയാമോ? വലിയ കഥയാണ്. നമ്മുടെ സാൻഡലില്ലേ പോലീസിലുള്ള, അവനിങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയും ഈ ലക്ഷറി കാറിൻ്റെ കച്ചവടം പരിപാടിയൊക്കെയാണല്ലോ. അവനിതുവരെ ഡ്യൂട്ടിക്ക് പോകണ അവനിതുവരെ ഞാൻ യൂണിഫോം കണ്ടിട്ടില്ല. അവനിങ്ങനെയുള്ള എന്തൊക്കെ പരിപാടിയൊക്കെയാണ്. ഇവൻ്റെ എന്താ പറയുക, വലിയ വലിയ ഹോട്ടലുകളിൽ മീറ്റിംഗ്, ഞാനിവിടെ ഇവരോട് പോയിട്ടുണ്ട്. ഹോളിഡേയിലും ക്രൗൺ പ്ലാസിലൊക്കെ. അതൊക്കെ വലിയ വലിയ ടീംസാണ് തന്നെ. അതായത് വലിയ ജാഗ്വറിലും പിന്നെ മറ്റേ ഹമ്മറിലൊക്കെ തന്നെ. നമുക്കൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. അവരെ പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്. അവരിങ്ങനെ മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ നമ്മുടെ കയറ്റി വിടുള്ളൂ. ഞാൻ വെറുതെ ഇവിടെ പോകും. അവന്മാരൊന്നും ചായ പോലും മേടിച്ചില്ല. നമ്മൾ പോയി ഇങ്ങനെ നിൽക്കുക, കാണുക. അപ്പോൾ ഇവൻ പറയും പാർട്ണറാന്ന് പറയും. അങ്ങനെ കൊണ്ടുപോകും. ഇതൊക്കെ പരിപാടി. അപ്പം പക്ഷേ ഇവൻ എന്തൊക്കെയും ബിസിനസ്സൊക്കെ ഡീലൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് ഇവൻ സർവീസിൽ കയറി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ മറ്റേ സഫാരി എടുത്തില്ലേ, ടാറ്റ സഫാരി എടുത്തില്ലേ, ഇവൻ സെറ്റപ്പാണ്. ഇവൻ പറഞ്ഞു മംഗലാപുരത്ത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ആദിവാസി കോളനി ഉണ്ട്. അവിടെ ഈ നാഗമാണിക്യമുണ്ട്. അപ്പോൾ ഈ സാധനം റിയലായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് കാണാമല്ലോ എന്ന് ഓർത്ത് ഞാനും വരാമെന്ന് പറഞ്ഞു. ഈ സാധനം കൊണ്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ, സാധനം ജനുവിനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഇത് മേടിക്കാൻ ആളുണ്ട്. 2-3-4 കോടി വിലയുള്ള സാധനമാണ്. ഇതിൻ്റെ ഡീൽസൊക്കെ ഇവന് കുറേ അറിയാം. ഇവന് കുറേ ഇങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് ഇവിടെ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വയറ്റിലേ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് പാലക്കാട് ബസ് പിടിച്ചു. അപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അടിച്ച പോണേ. പാലക്കാട് ചെന്നിറങ്ങി ബാറിൽ പോയി അടിച്ചു. അവിടുന്ന് കോയമ്പത്തൂർ പോയി, അവിടുന്ന് അടിച്ചു. പോകുന്ന വഴിക്കൊക്കെ ഇവൻ്റെ ഇങ്ങനെ കംപ്ലീറ്റ് ഇവൻ മാപ്പെല്ലാം റൂട്ട് മാപ്പ് ഇവൻ്റെ ഉണ്ട്. പോകുന്ന വഴിക്കല്ല ഇന്ന എടുത്തിറങ്ങണം, ഇന്ന എടുത്ത് കയറണം, അങ്ങനെ ഒക്കെ പോണത്. പോകുന്ന വഴിക്ക് ഇവൻ ആൾക്കാരെല്ലാം വിളിച്ച് കണക്ട് ചെയ്തിട്ട് പോകണം. അതൊക്കെ പക്ക ഇവൻ അവിടെ ചെന്നിട്ട് ആരെ കാണണം, ആരോട് സംസാരിക്കണം, എവിടെ ഇറങ്ങണം, ഇതെല്ലാം ഇവൻ്റെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഇവിടെയുള്ള ടീംസൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വേണം. അപ്പം വിളിച്ച് പറയണ്ട ഞാൻ ഇന്നലെ സാധനം കാണാൻ പോവാണ്, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വമ്പൻ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ മംഗലാപുരത്ത് ചെന്നു. അപ്പോൾ അവിടെയും ബാറിൽ കയറി. അപ്പോൾ ബാറിൽ ചെന്നപ്പോൾ അവൻ അവിടുന്ന് അവിടെയൊക്കെ അവൻ ഭയങ്കര കണക്ഷനാണ്. അവിടുന്നൊക്കെ അവൻ ടീംസിനെയൊക്കെ വിളിച്ചു വരുത്തി. കണ്ടാൽ പേടിയാവും. മംഗലാപുരം വേറെ സീനാട്ടോ, ഇതുപോലെയൊന്നുമല്ല. അവിടെ തന്നി അതോലോക സെറ്റപ്പാണ്. അങ്ങനത്തെ ടീംസാണോ തന്നെ, ഇവൻ്റെ കമ്പനിയാണ്. അവരോടൊക്കെ ഒന്ന് അടിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് മംഗലാപുരത്ത് സ്റ്റാൻഡിൻ്റെ പുറത്ത് വേറൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് വേറെ ബസ്സിൽ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ, സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പിന്നെ ട്രാക്സും ഈ ജീപ്പൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഒരു ട്രാക്സ് കിട്ടി. ട്രാക്സിന് കയറിയിട്ട് 4 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും റോഡൊക്കെ കണ്ടീഷനൊക്കെ മാറി, സാധാ റോഡൊക്കെ ആയി. അങ്ങനെ ആദ്യം കുറേ ദൂരം ഹൈവേ പോയിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ട് പിന്നെ സാധാ വഴി കൂടി അങ്ങനെ പോയി. 3-4 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു വലിയ മരങ്ങളൊന്നുമില്ല, ഒരു കാടിൻ്റെ ഫീലൊന്നുമില്ല. കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്, ഒരു വലിയ ആൽമരമൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ അവിടെ ഇറങ്ങാനുള്ളൂ. വണ്ടി വിട്ടുപോയി. അവിടെ നിന്ന് ഇവൻ വീണ്ടും വിളിക്കുക. ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ഒരാൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇവൻ മലയാളം, തമിഴ്, ഹിന്ദി എന്തൊക്കെ കലർത്തിയൊക്കെ സംസാരിക്കുന്നത്. അപ്പം അവിടുന്ന് ആൾ ഫോൺ എടുത്ത് സംസാരിച്ചു. അപ്പം നോക്കുമ്പോഴത്തേക്കും കുറച്ച് അകലെന്ന് ഒരാളിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വളവിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലാണ് സംസാരിക്കുന്നത്. ഇത് പുള്ളി അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളി ഒരു പഴയ ഓട്ടോറിക്ഷ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനാണ് പുള്ളി വന്നെന്ന് തോന്നുന്നു. ഒരു പഴയ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോയൊന്നുമില്ല, അത് ഇങ്ങനെ ഓടുന്ന ഓട്ടമായിരുന്നു കണ്ടാലേ, ഒരു പന്ന ഓട്ടോറിക്ഷ. അപ്പോൾ അതിന് ഞങ്ങൾ കയറി. അപ്പോൾ എനിക്ക് സംശയം, അപ്പം കയറണോ വേണ്ടോ. അപ്പോൾ ഇവൻ്റെ ഈ കോൺഫിഡൻസും പിന്നെ പോലീസാണല്ലോ. പിന്നെ ഈ 1-2 പേര് വന്നാലും ഇവൻ പിടിച്ചു. കാരണം അവൻ അറിയാമല്ലോ 6 അടി ഹൈറ്റും ഉണ്ട്, നല്ല സൈസാണല്ലോ. അപ്പോൾ ആ ധൈര്യത്തിൽ ഞാൻ കയറുക. അപ്പം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് ഇങ്ങനെ സംശയിച്ചിരുന്നപ്പോൾ ഇവൻ ചാടി കയറി. ഈ ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇവൻ കമ്പനിയായി തീർത്ത് മേടിച്ച് വലിക്കുന്നു, അങ്ങനെ കമ്പനിയാണ്. പിന്നെ പേടിക്കണ്ടല്ലോ. അങ്ങനെ ചെന്ന് ഇവൻ വണ്ടിയിൽ കയറി പുറകെ ഞാനും കയറി. ഓട്ടോറിക്ഷ ഇങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നല്ല വഴിയൊക്കെ കഴിഞ്ഞു. പിന്നെ കല്ലും മണ്ണും ഇങ്ങനെ ഓഫ് റോഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴിയില്ല, ഒരു പിന്നെ പറമ്പ് പോലത്തെ കാട്ടിക്കൂടെയൊക്കെയാണ് പോകണം. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി നിർത്തി നോക്കും. ഒരു കാട് പ്രദേശമാണ്. നമ്മുടെ ഇവിടുത്തെ കാട് പോലെ അല്ല കേട്ടോ, അവിടെ ഇച്ചിരി തെളിഞ്ഞ കാടാണ്, ഒത്തിരി മരക്കൂട്ടങ്ങളൊന്നുമില്ല. അവിടെ ഓട്ടം നിർത്തിയിട്ട് ഈ പുള്ളി നടന്നു, പുറകെ ഞങ്ങൾ നടന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നോക്കണ്ട്. കാരണം എന്തായാലും വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ളൊരു വഴി കണ്ടുപിടിക്കണ്ടേ. ഞാനൊക്കെ നോക്കി. അവിടെ മൊബൈലിന് റേഞ്ചും ഇല്ല. ഞാൻ നോക്കുമ്പോൾ റേഞ്ചൊന്നുമില്ല. അങ്ങനെ ഈ എന്താ പറയുക, മണ്ണിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതിങ്ങനെ കയറിയാണ് പോണത്. പോയി കഴിഞ്ഞപ്പോൾ ഒരു 10-400 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുടിലുകളൊക്കെ ഉണ്ട്. ആദിവാസി സെറ്റപ്പ് കുടിലുകളൊക്കെയാണ്. ഈ മണ്ണ് കൊണ്ടുള്ള ഭിത്തിയും പിന്നെ ഓല കഴിഞ്ഞ സെറ്റപ്പൊക്കെയാണ്. അവിടുന്ന്
ഇപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വഴിയുണ്ട്. ഇതിൻ്റെ ഓരോ കുടിലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വഴിയല്ല അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, സ്ത്രീകളും കുട്ടികളും കാരണവന്മാരൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരൊന്നും കണ്ടില്ല കേട്ടോ, ആരെയും കണ്ടില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു 4-4:30 ജോലിക്ക് പോയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവരൊക്കെ നമ്മളെങ്ങനെ നോക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പിള്ളേർക്ക് ഞാൻ വാഴ പിടിച്ച് നോക്കി നിൽക്കും, എന്നിട്ട് അങ്ങോട്ട് പോകും. ഞാനിവരെ കളിക്കുന്ന ഹായിൻ്റെ കളിക്കുമ്പോൾ ഇവരൊന്നും മൈൻഡ് ചെയ്യണമെന്നില്ല. എന്തോ നമ്മൾ പുറനാട്ടുകാരനാണ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഈ കുടലിൻ്റെ ഇടയിൽ കുടലൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ സ്റ്റെപ്പൊക്കെയാണ്. പിന്നെ അങ്ങോട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പോകാത്തൊരു വഴി പോലെയാണ്, തനി കാട്ടുവഴി പോലെയാണ്. അങ്ങനെ കയറി പിന്നെ ഒരു 100-300 മീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു നിരപ്പായ സ്ഥലം വന്നു. അവിടെ വേറൊരു കുടിലുണ്ട്. അത് ആൾത്താമസമൊന്നും ഇല്ലാത്തൊരു കുടിലാണ്, ഒരു ചെറ്റക്കുടിൽ, ഇടിഞ്ഞു വീഴാറായ ഒരു കുടിൽ. അപ്പോൾ അവിടെ നോക്കിയാൽ താഴത്തെ ഈ കുടിലുകളുടെയൊക്കെ റൂഫേ കാണാവുള്ളൂ, അത്രയും അകലെയാണ്. ഞാനീ നോക്കാനുള്ള കാരണത്തിനെങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും നല്ല പേടിയാണ്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടണം. മൊബൈലിന് റേഞ്ചില്ല, ഒന്നുമില്ല, വഴി അറിയാൻ പാടില്ല. അപ്പം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള സത്യം പറയണം, അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവൻ ഈ പുള്ളിയായിട്ട് കത്തി വെച്ചുകൊണ്ട് പോവാണ്. പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. ഇവൻ ഭയങ്കര എന്തൊക്കെയോ പറയുന്നുണ്ട്, ഏതൊക്കെ ലാംഗ്വേജിൽ പറയുന്നുണ്ട്, പുള്ളിയും പറയുന്നുണ്ട്. മനസ്സിലാവേണ്ട എനിക്കതൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവിടെ ചെന്ന് ഈ കുടലിന് ചെന്ന് നിന്നു. കുടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൊത്തം പുല്ലൊക്കെയാണ്, അകത്തൊന്നും ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ ഓട്ടോക്കാരൻ നേരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയി 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി വന്ന് കുറേ വേറെ ആളുകൂടെ ഇറങ്ങി വന്നു. അയാളെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ബൾബ് അടിച്ചു. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുടിലുകളിൽ കണ്ട പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ താടിയും മീശയൊക്കെയായിട്ടൊന്നും ഷേവ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഈ പുള്ളി മീശയുണ്ട്, പക്ഷേ ബാക്കി നല്ല കുട്ടപ്പനാണ്. ഡ്രസ്സ് മാത്രമേ ആദിവാസികളുടെ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ചെറിയ നെഗറ്റീവ് അടിച്ചു. കാരണം ആദിവാസി കോളനിയുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഇതാവുമല്ലോ. പക്ഷെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് അത് മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളൊരു സംശയത്തോടെ നോക്കണം. പറ്റിക്കാനുള്ള സെറ്റപ്പാണെങ്കിൽ പുള്ളി നമ്മളെ സ്വീകരിച്ച് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ഈ പുള്ളി നോക്കിയിട്ട് ഇവനെ നമ്മളെ പറ്റിക്കുമെന്നാണോ അമ്മാതിരി ലുക്കൊക്കെ. അപ്പോൾ സണ്ണിൽ സംസാരിക്കണ്ട. അപ്പം 15,000 രൂപ കൊടുക്കണം, എന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം ഇവരുടെ ചാർജ് അതാ. കാരണം ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാം കാണാൻ വരുമല്ലോ. അപ്പോൾ 15,000 രൂപ ഉണ്ടെങ്കിൽ കാണാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ സണ്ണിൽ പൈസ എടുത്ത് കൊടുത്തു. പുള്ളി ഇത് എണ്ണി പോലും നോക്കണില്ല, എടുത്ത് മടിയിലേക്ക് വെച്ചു. എന്നിട്ട് ചെല്ലാൻ പറഞ്ഞു, കൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സണ്ണിൽ ഫ്രണ്ടിൽ കയറി. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുണ്ട്, 2 വലിയ തൂണൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കയറി വരാന്തേക്ക് കയറി. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ അകത്തെ മുറിയിൽ മൊത്തം കച്ചറയൊക്കെ കൂട്ടിയിട്ടേക്കുക, ഇടിഞ്ഞു വീണ് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറൊരു മുറിയുണ്ട്, അവിടെ ഇത്തിരി ക്ലീനൊക്കെയാണ്. അവിടെയാണ് ഈ സാധനം ഇരിക്കണമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഡോറിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ കണ്ടു ഉള്ളിൽ ഒരു അലമാരി ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ചെറിയ ടേബിൾ പോലത്തെ സാധനം. ടേബിളിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡിൻ്റെ മുറത്ത് ഇങ്ങനെ ഒരു പാത്രം പോലത്തെ സാധനത്തിൽ മൂടി വെച്ചേക്കുക. അപ്പോൾ ഇതാണ് സാധനം എന്ന് പറയേണ്ടത്. അപ്പോൾ ഇവർ പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് ഏറെക്കുറെ അറിയാൻ പറ്റും. തലമുട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ആക്ഷനെ കാണുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ തുറന്നപ്പോഴത്തേക്കും സംഭവം അവിടെയുണ്ട്. അപ്പോഴാണ് ഈ സാധനം നമ്മൾ കാണുന്നത്. ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു കല്ല, ഒരു ക്യാപ്സ്യൂളിൻ്റെ വലിപ്പമുള്ളൂ. ഓറഞ്ച് കളറാണ്, നല്ല ഓറഞ്ച് കളർ, നല്ല പ്രകാശം തിളങ്ങുന്നുണ്ട്. ഇത് ഇവർ പറഞ്ഞ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിൽ പറഞ്ഞതാണ്, ഈ നാഗം ഒരു ചില പാമ്പുകൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാകുന്നുണ്ട്. എല്ലാ പാമ്പിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഇത് ഒരു പ്രായം കഴിഞ്ഞ് ഈ പാമ്പ് ചാറാകുമ്പോൾ ഇതിനെ ഛർദ്ദിക്കും. ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അത് മണ്ണിൽ കിടന്ന് മൂടി കാണാണ്ട് പോകും. കാണുന്നവർക്ക് കിട്ടും. അതെല്ലാ ഏരിയയിലും ഇല്ല, ഇവരുടെ ഏരിയയിലൊക്കെ ഉള്ളൂ. അതിന് ഭയങ്കര നമ്മളിപ്പോൾ അടുത്തേക്ക് എല്ലാം നോക്കി പറയുമ്പോൾ അടുത്തേക്ക് എല്ലാം പറ്റില്ല എന്ന് പറയും. അവർ തൊടാനൊന്നും സമ്മതിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്തും തന്നെ ആൾക്കാരാണ്, നമുക്ക് പല നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇപ്പോൾ ഈ നമ്മുടെ ചാർജ് അതിനെ എഫക്റ്റ് ചെയ്യും, ഈ കല്ലിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ പ്രഭ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആൾക്കാരുടെ അടുത്ത് കൊടുക്കുമ്പോൾ വില കിട്ടില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഈ ബിസിനസ് ഒക്കെ ആയാലും പോലും വേറെ സ്ഥലത്ത് ബിസിനസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരിത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തൊടാനും സമ്മതിക്കില്ല. ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഐഫോണാണുള്ളത്. അപ്പോൾ ഞാൻ ഐഫോണിൽ ഫോട്ടോ എടുത്തു, അവരും ഫോട്ടോ എടുത്തു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോന്നു. പിന്നെ അതിൽ നിന്ന് നിൽക്കാൻ സമ്മതിക്കില്ല. പൊക്കോളം പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി വരാന്തയിലേക്ക് ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി. സണ്ണിൽ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എപ്പോൾ കാണാൻ പറ്റും, അല്ല എപ്പോൾ കൊടുക്കാൻ പറ്റും, ഇതെങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ നോക്കി. ഇപ്പോൾ ഐഫോണാണല്ലോ,
ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കി നോക്കി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഡൗട്ട് അടിക്കും. ഞാൻ ഫുൾ സൂം ചെയ്തപ്പോഴത്തേക്കും ഇത് നമ്മുടെ മീൻ ഗുളികയില്ലേ, അമ്മാതിരി ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്ത്, ഒരു മീൻ ഗുളിക പോലെ തോന്നി. സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ LED പോലെ ഒരു സാധനമുണ്ട്. അതിൽ 001 ഒക്കെ എഴുതിയേക്കണം. മനസ്സിലായോ? നമ്മൾ LED ഡയോഡ് കിട്ടുമല്ലേ, അതിൽ ചെറിയ ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പയ്യെ ഈ സാധനമെല്ലാം കാണിച്ചു. സാധനം ഒരു 2 സെക്കൻഡ് എടുത്ത് നോക്കിയത്. അപ്പോൾ അത് സംഭവം പിന്നെ ഈ ഫോൺ വലിച്ചെറിഞ്ഞാൽ അമ്മാതിരി ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഇപ്പോൾ കാലിപ്പം കേട്ട് നേരെ ഓടിച്ചെന്നിട്ട് ഈ കിളവൻ വരന്തര താഴെ നിൽക്കുക. പുള്ളിയുടെ ഇവിടെ ഒരു തുണി പോലെ ഇട്ടിട്ടുണ്ട്, അതിൽ പിടിച്ച് 2 കറക്കറിട്ടങ്ങ് പൊക്കി. സീൻ മാറിയില്ലേ? അയ്യോ, അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം. പുള്ളിനെ 2-3 തല്ലി, ഈ കൂടാതെ ഓട്ടോക്കാരനെ തല്ലി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, വല്ല നാടല്ലേ. ഞാൻ ഓടിച്ചു നീ ഓട്ടോക്കാരനെ പിടിച്ച് മാറ്റി. ഓട്ടോക്കാരൻ ഇവനെ പിടിച്ച് മാറ്റാനും തല്ലാനൊക്കെ നോക്കണ്ട്. ഓട്ടോക്കാരനെ പിടിച്ചിട്ട് പോകാനുണ്ട്. ഇവൻ കണ്ടാവല്ലോ സൈസിൽ ഒടുക്കത്ത് ഊരാന്ന്. ഞാൻ പിടിച്ച് മാറ്റി, ഇയാൾ എന്നെ പിടിച്ച് തള്ളി. സണ്ണി ഇവർ 2 പേർ തല്ലുന്നു, ചവിട്ടുന്നു, പൈസ പിടിക്കാൻ നോക്കണു, മുണ്ടേ പിടിക്കണം. സീന്. അപ്പോൾ എനിക്ക് ഓടണോ നിൽക്കണോ ഇതായി എനിക്ക്. ഞാൻ ചുറ്റും നോക്കണം, ആരെങ്കിലും മണ്ണുണ്ടോ, അത് കാണുന്നുണ്ടോ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സീൻ മാറില്ലേ. അങ്ങോട്ട് സാധനം ഇവനെ ഈ കാർന്നവരെ പിടിച്ചിട്ട് ഈ വരാന്തയിലേക്ക് പിടിച്ചിട്ട് കഴുത്തെ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് മുണ്ടിന് വെക്കുന്നപ്പോൾ പുള്ളി പിടിവിടുന്നില്ല. അതുകൊണ്ട് പുള്ളി എന്തോ ഒരു ഒച്ച ഉണ്ടാക്കി കേട്ടോ. എൻ്റെ പൊന്നടാവേ, നോക്കുമ്പോൾ ഒരു 2 സെക്കൻഡ് സമയം കൊണ്ട് ഈ വീടിൻ്റെ ബാക്കിൽ നിന്ന് ഒരു 5-8 പേര് നല്ല തടിയന്മാരി ആദിവാസി ടീമുകൾ, ഒന്നെങ്കിൽ ആ കൂടുതലുള്ള ആൾക്കാരാണ്, ഇവർ ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവന്മാരിങ്ങ് വന്നിട്ട് എൻ്റെ പൊന്നട ഒരു 15 മിനിറ്റ് യുദ്ധമായിരുന്നു. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി അടി. അവൻ്റെ കയ്യൊക്കെയാണ് ഇത്ര പൊന്തം കയ്യാണ്, അത് വെച്ചിട്ട് അടിക്കണേ. ഒരു 3-4 കിട്ടിയപ്പോൾ ഞാൻ മറിഞ്ഞ് വീണ്. ഞാൻ പറഞ്ഞതിനൊന്നും ചെയ്യില്ല, ഞാൻ ഡ്രൈവറാന്നൊക്കെ അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. ലേലുവല്ലു എന്നൊക്കെ ഡയലോഗ് അടിക്കും. ഞാൻ ലേലുവല്ലു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഞാൻ ലാസ്റ്റ് വീണ് ഞാൻ കമന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരെന്നെ പൊക്കാൻ നോക്കണ്ട. ഞാൻ ഇങ്ങനെ നിവരണം, ഞാൻ വെള്ളം പിടിച്ച് കിടക്കുക. അപ്പോൾ ഇവർ ഒരു പരിധിക്കുള്ളിൽ ഇവർ പ്രായമുള്ളവരൊക്കെ ആയതുകൊണ്ടേ 10-40 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് കുനിഞ്ഞു നിന്നുകൊണ്ടൊക്കെ വലിയ പാടാണ്. പിന്നെ ഇവർ ചവിട്ടും കാര്യം കേട്ടില്ല. കാരണം ഇവർ പ്രായമുള്ളവരുടെ കാലിലൊക്കെ അത്ര ഇത് ആയിരിക്കില്ലല്ലോ, സാധാരണ ചെറുപ്പക്കാരെ പോലെ അല്ലല്ലോ. എന്നാലും കുറേ ചവിട്ടൊക്കെ കിട്ടി. അങ്ങനെ ചവിട്ടപ്പോൾ ഈ സാധനം അവർ എടുത്തിട്ട് പെരുമാറും. അടിയെന്ന് പറഞ്ഞ് ഇവൻ അങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഇവർക്ക് ദേഷ്യം എന്നറിയാം, ഇവൻ തുപ്പ് നിൽക്കുന്നുണ്ട്. അത് കാരണം ഇവർക്ക് ദേഷ്യം, മുഖത്തിൻ്റെയൊക്കെ അടിക്കണം. ഇവൻ പിടി കൊടുക്കണില്ല, ഇവന് നന്നായിട്ട് അടിക്കുന്നുണ്ട്, കൈക്കും കാലിനൊക്കെ അടിക്കുന്നുണ്ട്. അവർ വളഞ്ഞു തല്ലി. ഈ വന്ന് 8 പേര് അവനെ തള്ളണേ, മറ്റവരാണ് എന്നെ പിടിച്ചേക്കണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കരയല്ലേ, വേറെ നിവൃത്തിയില്ല. എന്നിട്ട് എന്നെ അടിവർ തൂക്കിയെടുത്ത് ഈ തൂണത്തിനുണ്ടെന്ന് പറഞ്ഞില്ല, ആ സ്റ്റെപ്പിൻ്റെ അവിടെ മുകളിൽ തൂണുണ്ട്. തൂണെ കൊണ്ട് ചാരി ഇങ്ങനെ നിർത്തിയിട്ട് പുറകോട്ട് കൈ ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കുക. അപ്പോൾ അന്നേരം എനിക്ക് തല്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുന്നൊക്കെ ഉണ്ട്. എനിക്കിട്ട് എന്നെ വലിയ ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒരുത്തൻ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട്, ഒരാൾ മതി എന്നെ പിടിച്ചിട്ട് തന്നെ അമ്മാതിരി ആരോഗ്യ. ഈ കൂടെ ഉള്ളതും കൂടി പോയി സണ്ണിനെ തല്ലി വീഴിച്ചിട്ട് ഇവൻ പിടി കൊടുക്കണില്ല. ഇവൻ എൻ്റെ പൊന്നെ, ഇവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റത്തൊക്കെ ചെയ്യുക. തെറി പറയാനുണ്ട്, അലറണുണ്ട്, തുപ്പണുണ്ട്. ഇവൻ വീണ് കിടന്നിട്ട് ഇവൻ ഒതുങ്ങണില്ല. അന്ന് ഈ പണ്ടാരക്കാലിനൊന്ന് സമാധാനമായിട്ട് 15,000 രൂപയല്ലേ പോകുള്ളൂ, അവിടെ നിന്ന് സ്കിപ്പ് ആയി പോരാൻ നോക്കേണ്ട കേസല്ലേ ഉള്ളൂ. ഇവൻ അവരെ കൊല്ലണം, അതാണ് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഓരോ വയലൻ്റായിട്ട് ലാസ്റ്റ് ഇവനെ വലിച്ചെടുത്ത് ഇവന്മാർ തൂണെ കൊണ്ട് പിടിച്ചിങ്ങനെ നിർത്തി. എൻ്റെ പൊന്നടാവേ, ഇവന്മാർ അകത്തുനിന്നേ പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തുണ്ടോ കെട്ടാൻ വേണ്ടിയിട്ട്, അല്ല കുത്താൻ കയറ്. നമ്മൾ ചെല്ലുമെന്ന് അറിഞ്ഞ് മേടിച്ച പോലത്തെ കയറ്, 2 കയറ്. എന്നിട്ട് ഇവരത് കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ പിടിച്ച് കെട്ടി, സനലിനെ പിടിച്ച് കെട്ടിയിട്ട് എന്നിട്ടും ഈ പിടിച്ച് കെട്ടുമ്പോഴും സനൽ ആക്രമിക്കുന്നുണ്ട്, അവർ തിരിച്ച് തല്ലുന്നുണ്ട്. ഇവനെന്നിട്ട് മതിയാവണില്ല. ഞാനതിൽ തിരിഞ്ഞിരുന്നു. കാരണം ഈ തല്ലുന്ന എൻ്റെ കായിൽ നിന്നൊക്കെ ചോരയൊക്കെ വരുവാണ്. ഇപ്പോൾ തല്ലുന്ന കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ തിരിഞ്ഞിരുന്നു. ശബ്ദരേഖ കേട്ടാൽ മതിയല്ലോ, ഈ സീൻ കാണണ്ടല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവരും മടുത്തു, ഞാനും മടുത്തു, ഈ സനലും മടുത്തു. അങ്ങനെ ഒന്ന് ഒതുങ്ങി. ഞാൻ സനലിനോട് പറയണ്ടടാ, എങ്ങനെ ഒരു പോകുന്നൊക്കെ നീ നിർത്തുന്നുണ്ട്. എവിടെ കേൾക്കണില്ല. ഇവൻ എന്നെ തെറി പറയുക, എന്നോട് ദേഷ്യം തീർക്കുക. അപ്പോൾ എൻ്റെ കാലെത്തും, അപ്പോൾ അവൻ്റെ കാലം ഇങ്ങോട്ട് എത്തും. അപ്പോൾ ഞാൻ ഇവനെ കാലുകൊണ്ട് തൊട്ടുമ്പോൾ അവനെ ചവിട്ടുക. അമ്മാതിരി സീനാ. ലാസ്റ്റ് ഞാൻ മടുത്ത്, എന്തായാലും ആട്ടെ ഞാൻ തിരിഞ്ഞിരുന്നു. കുറച്ച് ഇവനെ ഒതുങ്ങി. അവന്മാരും മടുത്തു. അവന്മാർ പിന്നെ കുറേ അപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും ഇവരങ്ങ്
ഇറങ്ങിപ്പോയി. ഒരു 3-4 പേരങ്ങ് ഇറങ്ങിപ്പോയി. ബാക്കി രണ്ട് 3-4 പേര് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചീഫ് ഉണ്ടാവും. അപ്പോൾ ചീഫ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒഴിവാക്കാനാണെങ്കിൽ 2 തല്ലും തന്നിട്ട് ഇറക്കി വിട്ടാൽ മതി, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകും. പക്ഷെ ഇവരെ അതല്ല ഇവരുടെ ഉദ്ദേശം, കൊല്ലുക എന്നുള്ളതാണ്. അല്ലെ ഇറക്കി വിട്ടേണ്ട കേസല്ലേ ഉള്ളൂ. ഇവരുടെ നേതാവ് വന്നിട്ട് കണ്ടിട്ട് കൊന്ന്. കാരണം ഇവരുടെ കച്ചവടമായിരിക്കും, മെയിൻ ബിസിനസ് ഇതായിരിക്കും. അപ്പോൾ അടുത്ത ടീം വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി, കാരണം അവിടെ പുല്ലൊക്കെ മൊത്തം ചവിട്ടി ഇതാക്കിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വേണമല്ലോ അടുത്ത ആളെ കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ സന്ധ്യ കഴിയുമ്പോൾ ഈ പോയ ടീംസൊക്കെ തിരിച്ചു വന്നു. അവന്മാർ കുറേ കുപ്പിയൊക്കെ ആയിട്ട്, കുപ്പിയും സാധനമൊക്കെ ആയിട്ട് വന്നു. 15,000 രൂപ ഇരിക്കുകയാണല്ലോ, നമ്മുടെ പൈസ ഇരിക്കുകയാണല്ലോ. ഇതിന് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കുപ്പിയും ചിക്കനും അതൊക്കെ മേടിച്ച് നമ്മുടെ വെച്ച് കഴിക്കുക. അപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ ഇവന്മാർ തണ്ണീന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇവർ എന്നെ ഒന്ന് തരാൻ തുടങ്ങി. ഞാൻ ഒന്നും വേണ്ട, കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8-8:30-9 ആയി കഴിയുമ്പോഴത്തേക്കും കുറേമാർ പോയി. പിന്നെ രണ്ട് പേരെ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പോവുക ഈ ഓരോരുത്തർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴും ഈ സനലിട്ട് വന്നിട്ട് ഉറങ്ങ് കൊടുക്കും. അതായത് മര്യാദയോടെ ഇരുന്നോളം എന്നുള്ള രീതിയിൽ. അങ്ങനെ സാധനം തിരിച്ചങ്ങോട്ട് ചീറുക, ഉറങ്ങോടെ കിട്ടും. ഇത് തന്നെ പരിപാടി. അവനിങ്ങനെ കിടക്കുവാണെങ്കിലും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇവന്മാരോട് ഫയറിങ്ങാണ്. അങ്ങനെ ഇവർ പോയി 2 അമ്മമാരോട് ഇരുന്നു. 9, 9, 10 ആയെന്നാണ്. ഇങ്ങനെ ഉറക്കം വന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റും. ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയപ്പോലെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വേദന എടുക്കും നിവർ, ഇങ്ങനെ പോകുമ്പോൾ വേദന എടുക്കും നിവർ. ഇത് തന്നെ പരിപാടി. അങ്ങനെ മറ്റവന്മാർ അടക്കം തുടങ്ങി. സനൽ ഇത് ബോധം കിട്ടി കിടക്കുവാണോ ഉറങ്ങണമെന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ പറടായ അങ്ങനെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട് നേരം വെളുപ്പിച്ച്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഈ ടീമിനെ കാണുന്നില്ല. കിടന്നുറങ്ങിയെന്ന് അവന്മാർ എപ്പോഴും എഴുന്നേറ്റ് പോയി, കണ്ടില്ല. ഉപ്പി സാധനങ്ങളൊക്കെ വെച്ച് അതിൽ കിടപ്പുണ്ട്. ഇവരേറ്റ് പോയി. ഞാൻ സനലിനെ കാലോട് ചവിട്ടി എഴുന്നേക്കാൻ വേണ്ടി കുറേ ചവിട്ടി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും എഴുന്നേൽക്കുമ്പോൾ തന്നെ തെറി പറയുക. അതുകൊണ്ട് ഞാനാണ്ട് കൊണ്ട് പെടുത്തിയ പോലെ. ഞാൻ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, വഴി ഉണ്ടാക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാവും, വരും, അവർ ആരെങ്കിലും വരും, നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്തുന്നൊക്കെ പറയുന്നുണ്ട്. സനലൊന്നും കേൾക്കണേ ഇല്ല. അവൻ തിരിച്ചും കൊണ്ട് തെറി പറയണു, ചീറുന്നു, എന്നെ കടിച്ചു തിന്നാൻ വരുന്നു. എവിടെ കൈ കെട്ടിയിട്ടേക്കുക, ഇങ്ങോട്ട് ഇളക്കണം പിടിക്കണൊക്കെ ഉണ്ട്. അവനെ തൂണ് പറിക്കുന്നു വിചാരിക്കാൻ അമ്മാതിരി ഇളക്കമാണ്. എന്നിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് സൂര്യൻ ഉദിച്ചു, വെയിൽ വന്നു, ഒരു 8-8:30 ആയി. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ പുതിയ പ്ലാസ്റ്റിക് കയർ കൊണ്ടാണല്ലോ കിട്ടിയേക്കണത്. ഇത് ലൂസാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഒന്ന് തിരിഞ്ഞിരിക്കും, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കണേ, ഞാൻ കാലുകൊണ്ടൊക്കെ തട്ടി എവിടെ. ലാസ്റ്റ് ഇവനെന്തോ മനസ്സിലായിട്ടാന്ന് തോന്നി തിരിഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ്റെ കൈ ഇപ്പുറത്ത് വന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് ഈ പ്ലാസ്റ്റിക് പുതിയ കയറാണ്ട് മുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കൂടി വളരെ വിഷമം വെച്ച് എൻ്റെ തള്ളവരിൽ കുത്തി കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു. അങ്ങനെ ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ അതിൻ്റെ 2ാമത്തെ ഘട്ടം കഴിച്ചു. 2ാമത്തെ ഘട്ടം കഴിച്ചപ്പോഴത്തേക്കും ഉള്ളിലത്തെ ലൂസായി. ആ കാലുകൊണ്ട് ഞങ്ങൾ വലിച്ചപ്പോൾ അത് അഴിഞ്ഞു പോയി. ഇത് അഴിയുമോ ഇവരുടെ ഒറ്റ ഓട്ടേസാണല്ലോ. ഞാൻ നിൽക്ക് എന്നെ കഴിച്ചോട്ട് ഞാൻ കിടന്ന് അലറി. എവിടെ ഇവൻ കേൾക്കണല്ലോ, പറക്കുവേണം. ഈ സ്റ്റെപ്പ് പോലെയൊക്കെയാണ്, അതൊക്കെ പറന്നിറങ്ങിയവനങ്ങ് പോയി. ഇവനെ കാണാതാന്ന് പറയാൻ അലറി. പക്ഷെ തിരിഞ്ഞു വന്ന് നോക്കണല്ലേ നീ. എനിക്ക് ഭ്രാന്തായില്ലേ. ഇവൻ എങ്ങോട്ടാ പോകണം, ഇവന് ഭ്രാന്ത് പിടിച്ചിട്ട് പോകണം. ഇവൻ്റെ കിളി പോയ സെറ്റപ്പാണ്. ഇവൻ പോയി എങ്ങോട്ടാ പോകണം, ഈ കോളനി പോയി വഴക്കുണ്ടാക്കാൻ പോകണോ, അങ്ങോട്ട് ചെന്ന് ചെയ്യുമ്പോൾ കൊല്ലും ഉറപ്പാണ്. അപ്പം പണി പാടി. അപ്പം എൻ്റെ കാര്യം തീരുമാനമായി. ഇവൻ എങ്ങോട്ടേലും പോയി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇവൻ പോയി ചാവുമോ, എന്തെങ്കിലും സംഭവിക്കും. എന്നെയും എൻ്റെ കാര്യം തീരുമാനമായി. കരച്ചിലും വന്ന് എനിക്കങ്ങ് ഭ്രാന്തായില്ലേ. ഞാൻ വീട്ടുകാരെ, അച്ഛനെയും അമ്മേനെയും ഭാര്യനെയും പിള്ളേരൊക്കെ ഓർക്കുക. സത്യം പറഞ്ഞാൽ കരഞ്ഞടാ, അമ്മാതിരി ഒരു സിറ്റുവേഷൻ അത്. കാരണം ഇനി അവരെ ആരെയും കാണാൻ പറ്റുന്നുള്ള സീനായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം. പല കേസിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ചങ്ങാതി വയ്യ കൊടുത്ത് ആഴ്ന്ന് കയറുവാനുണ്ട്. ആടി എന്നുണ്ട്, കയ്യിൽ കുപ്പി വെള്ളമൊക്കെ ഉണ്ട്. ഇവനുണ്ട് കക്കൂസി പോകാൻ പോയ പോലെയാണ്. ഇവ കയറി വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മൂടൊക്കെ മാറി. സംസാരിക്കുന്നില്ല. ഞാൻ നീ അവിടെ പോയി ഒന്നും പറയണമെന്നില്ല. ഇവൻ വന്ന് എൻ്റെ കെട്ടഴിച്ചു, വെള്ളം തന്നെ, ഞാൻ വെള്ളം കുടിച്ചു. എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നിറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഒന്നും കഴിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു കക്കൂസി പോകാനൊന്നും മുട്ടിയൊന്നുമില്ല. നേരെ പയ്യെ നടന്ന് പോയി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആദിവാസി കോളനി വഴിയൊക്കെ അങ്ങ് പോവാം. പോയി കഴിയുമ്പോഴത്തേക്കും അവരും നമ്മളെ മൈൻഡ് ചെയ്യണ പോലില്ല. അങ്ങനെ നോക്കി പിള്ളേരൊക്കെ അങ്ങനെ നോക്കിയൊക്കെയുണ്ട്. അവിടെ സ്ഥിരം നടക്കണ സംഭവമെന്ന് എനിക്ക് തോന്നുന്നു. അവന്മാരെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ആണുങ്ങളെ ആരും കണ്ടില്ലേ, കുറേ കാരണന്മാർ മാത്രമേ കണ്ടുള്ളൂ.
നമ്മൾ ഇറങ്ങിറങ്ങി പോയി മറ്റേ ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തിയ സ്ഥലമില്ല, അവിടെ വന്നു. അവിടെ ഒരു പട്ടിക്കുടുക്കം പോലും ഇല്ല. അവിടെ നിന്ന് മറ്റേ വഴിക്ക് നടന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോ വന്നു. അപ്പോൾ കൈ കാണിച്ചിട്ട് നമ്മളെ നിർത്തണില്ല. നമ്മൾ അടുത്തുള്ള സ്ലോ ആക്കി നമ്മൾ നോക്കിയിട്ട് എടുത്തിട്ട് പോയി. അങ്ങനെ നടന്ന് ടാറ്റർ ഓടിച്ചെന്നു. അവിടെ നിൽക്കുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ ആരും നോക്കണമില്ല, മൈൻഡോടെ നിർത്തണമില്ല. കാരണം നമ്മുടെ ഷർട്ടും പാൻറ്റൊക്കെ മൊത്തം കീറി ചോരയൊക്കെ ഒലിച്ച ആ കോലമാണ്. എൻ്റെ മുഖത്തൊന്നും പറ്റി ചോരയൊന്നുമില്ല, അവൻ്റെ മുഖത്തൊക്കെ ചോരയൊക്കെ ആയിട്ട് അങ്ങനെ രൂപ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ജീപ്പുകാരൻ കൊണ്ട് നിർത്തി. അവന് കാര്യം മനസ്സിലായെന്ന് തോന്നും. അവൻ കയറ്റി. സംസാരമൊന്നുമില്ല. ഞാനിങ്ങനെ എന്തൊക്കെ പറഞ്ഞു, ഇവരൊന്നും തിരിച്ച് റിപ്ലൈ ചെയ്തൊന്നുമില്ല. അങ്ങനെ ടൗണിൽ പോയി ഇറങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ഉള്ളത് ഈ കഥയൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കുമല്ലോ. നേരെ പോയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഹോട്ടലുകാരൻ തരില്ലെന്ന് പറഞ്ഞിട്ട് സാധനം അവൻ്റെ കോളർ കയറി പിടിച്ചു, പോലീസെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി റൂം തന്നു. താഴത്തെ ഒരു കടയിൽ പോയിട്ട് ഫോണൊക്കെ വർക്ക് ചെയ്യില്ല, ഒന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് ഗൂഗിൾ പേ ചെയ്ത് ഡ്രസ്സൊക്കെ മേടിച്ച് അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വിളിച്ച് കൂട്ടപ്പനായി നേരെ ബാറിലേക്ക്. അവിടെ തന്നെ ബാറിൽ പോയി അടിച്ച് ചാർജായി. ആ ചാർജായി കഴിയുമ്പോഴത്തേക്കും ഇവനെ പിന്നെ അങ്ങോട്ട് തന്നെ പോകണം. എൻ്റെ പൊന്നേറ്റത് നീ എങ്ങോട്ടെങ്കിലും പോകും, ഞാനില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകും. കുറച്ചപ്പോൾ അവനും കുറേ വന്നു. നാട്ടിൽ പിന്നെ കിട്ടിയ വണ്ടി കയറി നാട്ടിൽ പോകും എന്ന് പറയുക. അയ്യോ, അന്ന് കിട്ടിയ അടിക്കൊരു കണക്കില്ല മോനെ. നാഗമാണിക്യത്തിൻ്റെ സൂക്കട്. എന്നിട്ടൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചേക്കുവാണേ സൈലന്റ് വാലിയിൽ മറ്റേ ഇരുതലൂരി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ വായിൽ ചുറഞ്ഞു വന്നു. അവനാക്കാൻ വേണ്ടി പറഞ്ഞാ. പക്ഷെ അവൻ ഇപ്പോഴും അങ്ങനത്തെ എന്താ കേസനൊക്കെ പോകണ്ട കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റാറ്റസ് കിടും, അവിടെയാണ് ഇവിടെയാണ് മംഗലാപുരത്താണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറയായിരുന്നു. നാഗമാണിക്യം.